ബഹുമാനായ ശ്രീ സിനോജ് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹമാണ് അതിനകത്ത് രാഷ്ട്രീയം കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു കെടുകാര്യസ്ഥതയെ മറ്റുള്ളവർ രാഷ്ട്രീയ മുതലെടുപ്പാക്കി കാണുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ രാഷ്ട്രീയമല്ല മാധു, രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഇവിടെ നടക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, സാമൂഹ്യ ബാധ്യതയുണ്ട്. 2, ഭരണ നൈപുണ്യമുണ്ട്. 2, രാഷ്ട്രീയമായിട്ടുള്ള മൗനമുണ്ട്. അവിടെ ഈ 3 തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഭരണ നൈപുണ്യം എന്താണ് ഉണ്ടാവേണ്ടത്? അവനവൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ വർഗങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് താഴെ തട്ടിലടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ പ്രവൃത്തി നടപ്പിലാക്കിക്കൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ യഥാവിധി കറക്റ്റാകണം എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ എന്താണ്? അവിടെ രാഷ്ട്രീയ മൗനമുണ്ടോ എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയ മൗനമുണ്ടോ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിയനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്രതിപക്ഷ സംവിധാനത്തിൻ്റെ യൂണിയനിലോ പെട്ട ആളുകളെ സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത എന്തിനാണ് ഇങ്ങനെയൊരു കള്ളത്തരം ചെയ്യുമ്പോൾ സർക്കാരിനുള്ളത്? ഇവിടെ BMW കാറിൽ വന്ന് 1600 രൂപ വാങ്ങിച്ചു പോകുന്ന വലിയ ഒരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണാത്തവരായി, അത് കാണാൻ സാധിക്കാത്ത അന്ധന്മാരായിട്ട് ഇവിടുത്തെ പ്രവർത്തകർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മാറിയെങ്കിൽ അതിനെ ചോദിക്കേണ്ട. ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ ആ സർക്കാരിൻ്റെ മാത്രം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വന്നതാണെന്ന് പറയരുത്. ഇത് 2 സോഫ്റ്റ്വെയറുകളും തമ്മിൽ മാച്ച് ചെയ്ത സമയത്ത് അതിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. മാധുവിന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് തൊട്ട് മുൻപുണ്ടായിട്ടുള്ളൊരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു അഴിമതി ഉണ്ടായ സമയത്ത് അന്ന് മനോജ് അബ്രഹാം വിജിലൻസ് ഇതിലിരിക്കുന്ന സമയത്ത് കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. അഴിമതിക്കാരുടെ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ആ സർക്കാരിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്നും സർക്കാർ അവരെ പുറത്താക്കിയോ എന്നും ഇന്നും തീരുമാനിച്ചിട്ടില്ല. ട്രഷറിയിൽ നാഥനില്ലാതെ കിടക്കുന്ന സംഖ്യ അവനവൻ്റെ പേരിലേക്ക് ചെക്ക് എഴുതി തിരിച്ചു വലിച്ച ഒരു ചരിത്രവും ഈ കേരളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ എടുത്ത നടപടികളും ഇപ്പോഴും ഇവർക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ മാധു, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട എന്ത് ചേതോ വികാരമാണ് ബഹുമാനരായിട്ടുള്ള സർക്കാരിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കോ ഉള്ളത്? അവർക്ക് കൃത്യമായി ഇന്ന കള്ളന്മാർ ഇന്ന പ്രവർത്തികൾ ചെയ്തു, അവർ ഒരു കാരണവശാലും നീതി അറിയിക്കുന്നില്ല. ഈ നാടിനോട് അവർ ചെയ്ത് ഏറ്റവും വലിയ ക്രൂരതയാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സംസ്ഥാനത്തിനകത്ത് ഞങ്ങൾ സമൂഹത്തിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനത്തിൽ കത്തിവെച്ച ഈ കള്ളന്മാരെ ഹരിപൂർണമായി സർക്കാർ തള്ളിക്കൊണ്ട് പുറത്താക്കുന്നു എന്ന് പറയാനുള്ള നട്ടല് കാണിക്കുക എന്നുള്ളതല്ലേ ഒരു ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്? അവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ മറ്റു രാഷ്ട്രീയമെന്നോ നോക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥരിലിരുന്ന് അവർ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യാതെ അവർ നീതീകരിക്കാൻ സാധിക്കാത്ത കള്ളത്തരം കാണിക്കുമ്പോൾ അവരുടെ പേര് ഞാൻ മൂടി വെച്ച് സംരക്ഷിച്ചോളാം എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ അതിന് നമ്മൾ രാഷ്ട്രീയമായി കാണണ്ട. ശരി, ഈ പട്ടിക പുറത്തുവിടാൻ കഴിയില്ല, അന്വേഷണം കഴിയട്ടെ എന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്.